പാലക്കാട് ആത്മഹത്യ ചെയ്ത 9ാം ക്ലാസ്സുകാരി ആശ്രനന്ദയുടേതെന്ന് കരുതുന്ന ആത്മഹത്യാക്കുറിപ്പ് പോലീസ് കണ്ടെത്തി. സുഹൃത്താണ് കത്ത് നൽകിയതെന്ന് പോലീസ് അറിയിച്ചു. 5 അധ്യാപകർക്കെതിരെ ഗുരുതര ആരോപണങ്ങളാണ് കുറിപ്പിലുള്ളത്. പ്രതിഷേധം ശക്തമായതോടെ 2 അധ്യാപകരെ കൂടി പുറത്താക്കാൻ തീരുമാനിച്ചു. ആശ്രനന്ദയുടെ മരണത്തിൽ കുടുംബം നൽകിയ പരാതിയിൽ അന്വേഷണം തുടരുന്നതിനിടെയാണ് ആത്മഹത്യാക്കുറിപ്പ് പോലീസിന് ലഭിച്ചത്. അർച്ചന, അമ്പിളി, സ്റ്റെല്ല ബാബു ഉൾപ്പെടെ 5 അധ്യാപകരുടെ പേരുകളാണ് സുഹൃത്തിന്റെ നോട്ടിലെഴുതിയ പുസ്തകത്തിലുള്ളത്. അധ്യാപകരിൽ നിന്ന് നേരിട്ട മാനസിക പീഡനത്തെക്കുറിച്ച് ആശ്രനന്ദ പറഞ്ഞിരുന്നതായും സുഹൃത്തുക്കൾ. ആശ്രനന്ദ എഴുതിയിട്ടുണ്ടായിരുന്നു. അവളുടെ ഫ്രണ്ടിന്റെ ബുക്കിൽ ബാക്കിലാണ് എഴുതിയിട്ടുണ്ടായിരുന്നത്. അവളുടെ ഫ്രണ്ടിന് ഇത് അറിയില്ലായിരുന്നു. അവള് നോക്കുമ്പോഴാണ് കണ്ടത്. സ്റ്റെല്ല ടീച്ചറൊക്കെ കൊല്ലണം എന്നാണ് പറഞ്ഞത്. അവരാണ് അവളുടെ മരണത്തിന് കാരണം എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അവളെ ഫിസിക്കലി മെന്റലി ഭയങ്കര ടോർച്ചറിങ് ആണ്. അവൾക്ക് മാർക്ക് പറഞ്ഞപ്പോൾ ഷഫിൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവളുടെ ഫ്രണ്ട്സും പോയി. സ്കൂൾ മാനേജ്മെന്റിനെതിരെ ഗുരുതര ആരോപണവുമായി ആശ്രനന്ദയുടെ കുടുംബവും ഇന്ന് രംഗത്തെത്തി. പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞാൽ 8ാം ക്ലാസ്സിൽ ഇരിക്കണമെന്ന് പറഞ്ഞ് എഴുതി വാങ്ങിയതായി കുടുംബം പറഞ്ഞു. മോളെ കൊണ്ട് തന്നെ എഴുതിപ്പിച്ച് പാരൻസ് ഒപ്പിട്ട് തരണമെന്നും പറഞ്ഞിട്ട് അവർ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ലെറ്റർ തരാം, പക്ഷേ അത് നിങ്ങൾ പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സ്കൂളിൻ്റെ നടപടി, അത് സ്വീകരിക്കാമെന്ന് എഴുതിയിട്ട് തരാം എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു അത് പറ്റില്ല, 8ാം ക്ലാസ്സിൽ തന്നെ കൊണ്ടിരുത്തും എന്ന് പറഞ്ഞിട്ട് എഴുതി തരണമെന്ന് പറഞ്ഞു. ഫ്രണ്ട്സിനെ നഷ്ടപ്പെട്ട ആ ഒരൊറ്റ വിഷമാണ് എൻ്റെ കുഞ്ഞിനെ ഇവിടേക്ക് എത്തിച്ചത് എന്നാണ് ഇപ്പോൾ എനിക്ക് മനസ്സിലാവുന്നത്. അവസാനത്തെ ഈ അവരെ ഷഫിളിംഗ് ആണ് അവളെ ഈ ഒരു മാനസികാവസ്ഥയ്ക്ക് എത്തിച്ചത് എന്നാണ് ഇപ്പോൾ എനിക്ക് മനസ്സിലാവുന്നത്. ആത്മഹത്യക്ക് പിന്നാലെ ഇന്ന് ചേർന്ന PTA യോഗത്തിൽ മക്കൾക്കുണ്ടായ ദുരനുഭവങ്ങൾ രക്ഷിതാക്കളും തുറന്നു പറഞ്ഞു. ഇവിടെ ക്ലാസ് തുടങ്ങി 2ാം ക്ലാസ്സിൽ വെച്ച PA1 അല്ലാതെ മുമ്പേ ക്ലാസ് ടെസ്റ്റ് നടത്തിയതിന്റെ പേരിലുണ്ടായ മാർക്ക് കുറഞ്ഞതിന്റെ പേരിൽ ഞാൻ സ്വമേധയാ 8th സ്റ്റാൻഡേർഡിലേക്ക് പ്രൊമോട്ട് ചെയ്യാൻ സമ്മതനാണെന്ന് 9ാം ക്ലാസ്സിലേക്ക് പ്രൊമോട്ടഡ് ആയ എന്റെ മോനെ കൊണ്ട് എന്റെ സ്ഥാനത്ത് എഴുതി വാങ്ങിച്ച മാനേജ്മെന്റ് ഇവിടെ ധൈര്യസ്ഥല്ല ഓഫീസ്. എല്ലാവർക്കും ആസ് എ പാരന്റ് എന്ന നിലയിൽ ഉത്തരവാദിത്തപ്പെട്ടിട്ട് ഒരു കുട്ടീനെ റെപ്രസെന്റ് ചെയ്ത് വന്ന ഇവിടെ ഒരു പാരന്റോ ഗാർഡിയനോ വന്നാൽ അവരെ കാണാൻ ഒന്നുകിൽ റണ്ണിങ്ങിലുള്ള പ്രിൻസിപ്പൾ അല്ലെങ്കിൽ അവർക്ക് പകരം ഇല്ലാത്ത എപ്പോഴും സീറ്റിൽ അവൈലബിൾ ആണോ ഇല്ലേ ഉണ്ടാവോ എന്ന് ഉറപ്പ് കിട്ടിയിട്ട് അടുത്ത കാര്യം പറയുന്നത്. സമീപനങ്ങളിൽ മാറ്റം വരുത്താമെന്ന് മാനേജ്മെന്റ് ഉറപ്പു നൽകി. വീഴ്ചകൾ പറ്റിയിട്ടുണ്ടെന്നും മാനേജ്മെന്റ് സമ്മതിച്ചു. നമ്മളുടെ ഈ പറയുന്ന നമ്മൾ കരുണോയ കുഞ്ഞിന്റെ ക്ലാസ്സിലുണ്ടാകുന്ന കുട്ടികൾക്കുണ്ടാകുന്ന അസ്വസ്ഥതകളെയൊക്കെ പരിഗണിക്കുന്ന ഭാഗം ആ കുട്ടികൾക്ക് ഏതെങ്കിലുമൊക്കെ വിഷമങ്ങളുണ്ടെങ്കിൽ ആ കുട്ടികൾക്കൊക്കെ കൗൺസിലിംഗ് കൊടുക്കാൻ വേണ്ടി നമ്മളുടെ അക്കാഡമിക് ഇയർ തുടങ്ങിയ ആദ്യ ദിവസങ്ങളിൽ തന്നെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യം തീരുമാനിച്ചിട്ടുണ്ട്. പിന്നെ ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ പറഞ്ഞിരുന്ന ഒരു കാര്യം, 3 അധ്യാപകരെ കുറിച്ചുള്ള പരാതി ഉണ്ടായിരുന്നു. ആ അധ്യാപകരെ മാറ്റി നിർത്താൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. ഇന്നലെ തന്നെ നിങ്ങൾ അറിയിച്ച കാര്യമാണ്. SFIയും AASFും സ്കൂളിലേക്ക് ഇന്ന് മാർച്ച് നടത്തി. SFIയുടെ മാർച്ച് പോലീസ് തടഞ്ഞതിന് പിന്നാലെ സംഘർഷം. മതിൽ ചാടിക്കടന്ന് പ്രവർത്തകർ സ്കൂളിനുള്ളിലേക്ക് പ്രവേശിച്ചു. രക്ഷിതാക്കളുടെയും വിദ്യാർത്ഥി സംഘടനകളുടെയും പ്രതിഷേധത്തിന് പിന്നാലെ ആരോപണ വിധേയരായ അർച്ചന, അമ്പിളി എന്നീ അധ്യാപകരെ കൂടി പുറത്താക്കാൻ PTA യോഗത്തിൽ തീരുമാനമായി. സ്കൂൾ പ്രിൻസിപ്പൽ OP ജോയ്സി, അധ്യാപകരായ സ്റ്റെല്ല ബാബു, AT തങ്കം എന്നിവരെ നേരത്തെ പുറത്താക്കിയിരുന്നു. വൈസ് പ്രിൻസിപ്പൽ ആക്ടിംഗ് പ്രിൻസിപ്പലാകും. തിങ്കളാഴ്ച മുതൽ ക്ലാസുകൾ പുനരാരംഭിക്കാനും തീരുമാനിച്ചു. ന്യൂസ് മലയാളം, പാലക്കാട്.